കോൺഗ്രസിന്റെ നേതൃത്വം, പ്രത്യേകിച്ച് മല്ലികാർജുൻ ഖാർഗെയെ പോലുള്ള ആളുകൾ ഭരണഘടനയിൽ കാലാകാലങ്ങളായിട്ട് തിരികെ കയറ്റി എന്ന് RSS പറയുന്ന പല വാക്കുകളോടും പല വചനങ്ങളോടുമൊക്കെ എതിർപ്പ് കാണിക്കുന്നതും അവരുടെ നിലനിൽപ്പിനെ മുൻനിർത്തിയാണ് എന്നാണ് RSS നേതൃത്വം തന്നെ പറയുന്നത്. അതായത് അംബേദ്കർ എഴുതിയ ഒരു ഭരണഘടനയുണ്ട് ഇന്ത്യക്ക്. ഇന്ത്യയുടെ ഭരണഘടനയിൽ അംബേദ്കർ കാലാകാലങ്ങളായിട്ട് ഇന്ന രീതിയിൽ മാറ്റം വരുത്തണം എന്ന് പറഞ്ഞൊന്നുമല്ല എഴുതിയിരിക്കുന്നത്. കൃത്യമായിട്ട് അംബേദ്കർ അതിലൊരു ഒരു കൃത്യതയോടുകൂടി പല കാര്യങ്ങളും കുറിച്ചത് പിന്നീട് വന്നിട്ടുള്ള ഭരണം, അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 2014 മുമ്പ് വർഷങ്ങളോളം കോൺഗ്രസ് നേതൃത്വമാണ് ഇന്ത്യ ഭരിച്ചതെന്ന്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ കേന്ദ്ര സർക്കാരിന് ഏത് രീതിയിലാണോ ഭരണഘടനയിൽ മാറ്റം വരുത്താൻ ആലോചിക്കുന്നത് അത് കൃത്യമായിട്ട് മാറ്റം വരുത്തി അതിനകത്ത് പല പദങ്ങളും തിരികെ കയറ്റിയിട്ടുണ്ട്. ഇതൊന്നും അംബേദ്കർ വിഭാവനം ചെയ്ത ഭരണഘടനയിൽ ഉള്ളതല്ല. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ ഭരിക്കുന്നത് NDA ആണ്. അതിന് നേതൃത്വം നൽകുന്നത് BJP. RSS പറയുന്നത് എന്താണോ അതിനെ ചുവടുപിടിച്ചാണ് BJPയുടെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കാരണം BJPയുടെ ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിട്ടുള്ള പല ആളുകളും RSSന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരായിരുന്നു. അവരാണ് BJPയുടെ മന്ത്രിമാരായിട്ട് ഇപ്പോൾ ഉള്ളത്. സ്വാഭാവികമായിട്ടും കേന്ദ്ര മന്ത്രിസഭയിലുള്ള അംഗങ്ങൾ, പ്രത്യേകിച്ച് നരേന്ദ്രമോദി, അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകൾ, അവർ RSSന്റെ എന്തൊക്കെയാണ് അജണ്ട അത് കൃത്യമായിട്ട് രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ തന്നെയാണ്. അവർക്ക് അജണ്ട എന്ന് പറയുന്നത് BJPയുടേത് മാത്രമല്ല RSSന്റെയും കൂടെയാണ്. ഏതൊക്കെ കാലഘട്ടങ്ങളിൽ രാജ്യത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് തീരുമാനിക്കുന്നത് RSS ആണ്. അതുകൊണ്ട് തന്നെ RSSന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പറഞ്ഞ വാക്കുകൾ ഒരു കാരണവശാലും ഇപ്പോഴുള്ള നരേന്ദ്രമോദി ആയിക്കോട്ടെ അമിത്ഷാ ആയിക്കോട്ടെ അവർക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല എന്നതാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഭരണഘടനയിലുള്ള ഈ 2 പദങ്ങൾ, മതേതരത്വം, സോഷ്യലിസം, ഈ 2 പദങ്ങളും നേരത്തെ ഉള്ളതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പരിശോധിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഒരു പക്ഷേ ഈ 2 പദങ്ങളും ഭരണഘടനയിൽ നിന്ന് എടുത്തു മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകും. കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു നീക്കം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കും എന്ന് പറയുന്ന മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് വലിയ സമരവുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങും. പാർലമെന്റിന് അകത്തും പുറത്തും അതൊരു സമരമായിട്ട് വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.